ഇവിടെ നമ്മളെല്ലാവരും ആയിരിക്കുമ്പോൾ ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു എത്ര പേര് കരയുന്നുണ്ട് എന്ന്. അധികം അലമുറയിടുന്ന കരച്ചിലുകൾ ഇവിടെ ഇല്ല, അങ്ങനെ ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ വളരെ ആത്മനിർവൃതിയോടെ ചുറ്റുവട്ടം നിൽക്കുന്ന മക്കളെയും അതുപോലെ ഇവിടെ ആയിരിക്കുന്നവരെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മരണം എന്നുള്ളത് ദൈവത്തിന്റെ അടുത്തുള്ള സ്വർഗത്തിലുള്ള ജനനമാണെന്നൊക്കെ പറയുന്നത് പോലെ തങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ, ജീവിത പങ്കാളി ഈശോയുടെ സന്നിധിയിൽ ജനിക്കുന്നു എന്ന വലിയൊരു വിശ്വാസത്തിൽ അടിയുറച്ച് സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്ന ഒരു ചുറ്റുവട്ടമാണ് പ്രിയപ്പെട്ട അപ്പച്ചന് ചുറ്റും. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി വിശ്വാസത്തോടെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും കണ്ടുമുട്ടാനുള്ള വലിയ കൃപയുണ്ടാകട്ടെ എന്ന ആശംസ നമുക്കിവിടെ പരസ്പരം പങ്കുവയ്ക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ജനനം ചുറ്റുവട്ടം നിൽക്കുന്നവർക്ക് മുഴുവൻ വലിയ ആനന്ദവും സന്തോഷവുമാണ്. എല്ലാവരും ചിരിക്കും, സന്തോഷിക്കും, ദൈവം ഒരു കുട്ടി പിറന്നിട്ടുണ്ട് കേട്ടോ എന്ന് പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യും. പക്ഷെ ജനിച്ചു വീഴുന്ന കുഞ്ഞ് അലമുറയിട്ട് കരയും. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ ഒരു കരച്ചിലിന്റെ രംഗമാണ് വരേണ്ടിയിരുന്നതെങ്കിലും അതിന്റെ അപ്പുറത്ത് നമ്മുടെ ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ സ്വർഗത്തിൽ ജനിച്ചു എന്നൊരു വലിയ സന്തോഷത്തിൽ നമ്മളിവിടെ ആയിരിക്കുകയാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി സ്കാനിങ്ങുകൾക്ക് വിധേയമാകാറുണ്ട്. ഇതുപോലെ കുറെ കാലങ്ങളായിട്ട് കർത്താവ് ഈ സ്വർഗത്തിലേക്ക് ഈ പ്രിയപ്പെട്ട അപ്പച്ചനെ ജനിപ്പിക്കുന്നതിന് മുമ്പ് ഈ അപ്പച്ചന്റെ ജീവിതത്തെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിന്റെ വളർച്ച എന്നതുപോലെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഈ അപ്പച്ചന്റെ വളർച്ച എങ്ങനെയുണ്ടെന്നായിരിക്കാം ദൈവം സ്കാൻ ചെയ്ത് നോക്കിയത്. ആ നോട്ടത്തിനിടയിൽ മുഴുവൻ ദൈവം കണ്ട കുറെ സത്യങ്ങളുണ്ട്. ഏതാണ്ട് ഒരു 33 ദിവസം കൂടെ കഴിഞ്ഞാൽ 60 വർഷം വിവാഹത്തിന്റെ 60 വർഷം പൂർത്തിയാക്കാൻ കാത്തിരിക്കുന്ന അമ്മച്ചിയെ 60 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമ്മാനമായിട്ട് ഈ അപ്പച്ചന്റെ ജീവിതത്തിലേക്ക് കൊടുത്തു. കൂടെ 7 മക്കളെയും ദൈവം സമ്മാനിച്ചു. അതിനുശേഷം ദൈവം നോക്കുകയായിരുന്നു, എന്താണ് ഈ കുടുംബത്തിന്റെ പോക്ക്, എന്താണ് ഈ അപ്പച്ചന്റെ പോക്ക് എന്നുള്ളത്. ബഹുമാനപ്പെട്ട ജോസിയ സിസ്റ്റർ ഇന്ന് കേരളത്തിലും അതുപോലെ ഭാരതത്തിലും എവിടെയൊക്കെയാണോ തങ്ങൾക്ക് നന്മ ചെയ്യാൻ അവസരമുണ്ടായിരുന്നത് അവിടെ മുഴുവൻ നന്മയുടെ ഒരു വക്താവായി സാധിക്കുന്നത് പോലെ സകലതും ദൈവത്തിന് സമർപ്പിച്ച് ശുശ്രൂഷകളിലൂടെ കടന്നു പോയപ്പോ ദൈവം തിരിച്ചറിയുകയായിരുന്നു, ഈ അപ്പച്ചൻ ഒരു മോളെ വളരെ ഭംഗിയായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഈ അപ്പച്ചനെ കുറിച്ചും അമ്മച്ചിയെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചൊക്കെ കേട്ടിരിക്കുക ബഹുമാനപ്പെട്ട റോയി അച്ഛന്റെ അടുത്തുനിന്നാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഓരോ ഫോൺ കോളുകൾ എത്തും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വലിയ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ആ മീറ്റിങ്ങിനിടയിൽ കോള് വരും. എത്ര തിരക്കുള്ള മീറ്റിംഗ് ആണെങ്കിലും അച്ഛൻ പറയും, ഒരു സെക്കൻഡ് കേട്ടോ, ആ മീറ്റിംഗ് അത്ര ഗൗരവമുള്ളതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുഖത്തേക്ക് നോക്കിയിട്ട് എങ്ങോട്ടേ പോണേന്നറിയാൻ വേണ്ടി നേരെ പുറത്തിറങ്ങും. തിരിച്ചു വന്നിട്ട് പറയും, അമ്മച്ചിയെ വിളിച്ചത്. അമ്മച്ചി വിളിച്ച ഒന്ന് മാറ്റി വെച്ചുകൂടെ? ഇടയ്ക്ക് ഞാൻ തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറയും, ഈ അമ്മച്ചിയും അപ്പച്ചനും ഇല്ലെങ്കിൽ ഞാനില്ല, അതിനാൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ ദൈവം കഴിഞ്ഞാൽ എന്റെ ഈ അപ്പനും അമ്മയുമാണ്. അതുപോലെ തന്നെ റോബി അച്ഛന്റെ ഫോൺ കോളുകൾ എത്തും ഇടയ്ക്കിടയ്ക്ക്. അവരിങ്ങനെ വിശേഷങ്ങൾ മുഴുവൻ പറഞ്ഞ് പരസ്പരം സഹോദരങ്ങളെ കുറിച്ച് സംസാരിച്ച് പുതിയ ഭക്തിഗാനം ഏതാണ് പിറക്കുന്നത് എന്ന് പരസ്പരം പങ്കുവെച്ച് ഈ ഒരു ദിവസം എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റിയെന്ന് പങ്കുവെച്ച് അവരുടെ ദിവസം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തിരിച്ചറിയുകയായിരുന്നു എത്രമാത്രം ആഴമുള്ള സഹോദര ബന്ധത്തിന്റെ ഒരു ഈറ്റില്ലമാണ് ഈ കുടുംബമെന്നും അതോട് ചേർന്ന് ഈ അപ്പച്ചന്റെ ഒരു വലിയൊരു പരിശീലന കളരിയെന്നും. ദൈവം ഒത്തിരി സന്തോഷത്തോടെ അഭിമാനത്തോടെ നോക്കുന്നുണ്ട് ഈ കുടുംബത്തെ. എഡ്വിൻ എന്ന ചെറുപ്പക്കാരൻ ഈ അപ്പച്ചന്റെ എല്ലാ മേഖലകളിലും സർവത്ര പിന്തുണയായിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ റോഹിയച്ചനെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഷാജിയമ്മ ഉണ്ടായിരുന്നു കൂടെ എല്ലാ കാര്യങ്ങൾക്കും. അതോടൊപ്പം തന്നെ റോബർട്ടും റോബിനും എല്ലാവരും വട്ടം നിന്ന്, ഗിൽബർട്ടും വട്ടം നിന്ന് ഈ അപ്പച്ചനെ നോക്കിയപ്പോ ബീന അതിൻ്റെതായ വഴികളിൽ ഈ അപ്പച്ചനോടൊപ്പം സഞ്ചരിച്ചു. എവിടെ ചെന്നാലും ആത്മീയ ജീവിതത്തിൽ നല്ലൊരു മാതൃകയാകാൻ തക്ക വിധത്തില് ഈ മക്കളുടെ ജീവിതം മുൻപോട്ട് കടന്നു പോയപ്പോ തീർച്ചയായിട്ടും ഈ അപ്പച്ചന്റെ നന്മകളായിരുന്നില്ലേ ഒഴുകിയത്. ദൈവം ഇതെല്ലാം സ്കാൻ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അത് മറ്റൊന്നുമല്ല, ഈ 2 വൈദികര് ലോകത്തിന്റെ വ്യത്യസ്ത വഴികളില്, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത കർമ്മപദങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഏറ്റെടുത്ത ഒത്തിരി വെല്ലുവിളികളുണ്ട്. ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു സംഭവം പറയാം. തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് എന്ന സ്റ്റേഡിയം, 10,000-കണക്കിന് ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട് ആ സ്റ്റേഡിയം നിറയെ. അതിനിടയിൽ അവർക്ക് ഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആരൊക്കെയോ പരാതികൾ ഉന്നയിക്കുന്നു.
എല്ലാവരും ക്രൈസ്തവ വിശ്വാസ ധാരയിലുള്ളവരല്ല. പക്ഷെ എന്നിരുന്നാലും ആളുകൾ അസ്വസ്ഥമാകുന്നു. വൈകുന്നേരം കിടക്കാൻ സ്ഥലമില്ല. ഈ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുപോയി കിടത്തും? ആകെ അസ്വസ്ഥതകളുടെ നെരിപ്പോടെ ഇടയിൽ എല്ലാവരും കൈ ചൂണ്ടി ഒരു മനുഷ്യനെ കാണിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, ബഹുമാനപ്പെട്ട റോയിയച്ചനോട് ചോദിക്കുന്ന. ഞാനും അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. റോയിയച്ച എന്നെ ചെയ്യും ഈ ഒരു സാഹചര്യത്തില്? അച്ഛൻ വളരെ കൂളായിട്ട് പറഞ്ഞു, എടാ ദൈവം നോക്കിക്കൊള്ളുമല്ല, എല്ലാം ദൈവം നോക്കിക്കൊള്ളും. അസ്വസ്ഥതകളുടെ നടുവിൽ ഒരു പതർച്ചയുമില്ലാതെ ഈ വൈദികൻ എങ്ങനെ നിൽക്കണ കണ്ടപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ആദ്യം തോന്നിയേ, ഇത്രയും മനുഷ്യര് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ ശക്തിയുള്ളവരാണെങ്കിൽ അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒക്കെ പൊക്കോളും. പക്ഷെ അതിനുപോലും ശേഷിയില്ലാത്ത ഈ 10,000-കണക്കിന് കുഞ്ഞുമക്കളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിളിച്ചു വരുത്തിയിട്ട് കേരളത്തിൽ ഇവർക്കും ജീവിക്കണം, ഇവർക്കും തുല്യനീതി വേണമെന്ന് തന്റെ വ്യത്യസ്തമായ ഒരു ഒളിമ്പിയാഡിന്റെ അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സിന്റെ അപ്പിയറൻസിലൂടെ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോ ഈ തന്റെ ഇടം എവിടെ നിന്നൊരു ചോദ്യം ഉണ്ടായി. ദീപികയുടെ ചരിത്ര വഴികളിൽ ഏതാണ്ട് 30 വർഷമായി റോയിയച്ചൻ ദീപികയിൽ കൂട്ടുപിടിച്ചിട്ട് കൊച്ചേട്ടനായും ദീപിക ഫ്രണ്ട്സ് ക്ലബിന്റെ ഡയറക്ടറായും അതിനേക്കാൾ ഉപരി എല്ലാ സന്യാസ സമൂഹങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള യാത്രക്കിടയിൽ പലപ്പോഴും ആശ്രയിക്കാവുന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കി ഓടിച്ചെന്ന സ്ഥലങ്ങളിൽ നിന്ന് തിക്താനുഭവങ്ങളോടെ ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. സഭയുടെ സ്നേഹത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞവരൊക്കെ ചില സമയങ്ങളിൽ തള്ളി പറഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ചോദിച്ചു, കൊച്ചേട്ടാ എന്തായി കാര്യങ്ങള്? സാരമില്ല, ശരിയാവും. ഈ തന്റെ ഇടം എവിടെ നിന്നാ? കടന്നു പോകുന്ന വഴികളിൽ മുഴുവൻ ഈ തന്റെ ഇടത്തിന്റെ കാമ്പ് എവിടെ നിന്നാ? അത് മനസ്സിലാക്കി എവിടെ നിന്നാണെന്നറിയൂ? ഒരിക്കൽ പറഞ്ഞു, അതെന്റെ അപ്പന. ഈ ഹൈറേഞ്ചിന്റെ മലമടക്കിൽ വന്ന് ഈ മണ്ണിനോടും ഈ ഭൂമിയോടും മല്ലടിച്ച് ഉള്ളിൽ ദൈവത്തെ ചുമന്നുകൊണ്ട് ദൈവത്തെ പങ്കുവെക്കുവാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ നടത്തിയ കാഴ്ചപ്പാടുകളായിരുന്നു ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്ക്. റോബിയച്ചന്റെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോ അന്താരാഷ്ട്ര മത സൗഹാർദ്ദ വേദികളിൽ ഈ മതത്തെ കുറിച്ച് സംസാരിച്ച് ഏറ്റവും മികച്ച രക്ഷയുടെ മാർഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാമെന്ന് ലോകത്തെ പ്രബോധിപ്പിക്കുമ്പോ ചിന്തിച്ചിട്ടുണ്ട്, ഇത് എവിടെ നിന്നാ ഇത് കടന്നു വന്നത് എന്ന്. അത് കൊച്ചിയിലാണെങ്കിലും ശരി, ഡൽഹിയിലാണെങ്കിലും ശരി, അന്താരാഷ്ട്ര മേഖലകളിലും ഈ ഭാരതത്തിന്റെ മണ്ണിലും ഈ ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെ ഉള്ളടക്കം എവിടെ നിന്നാണ്? അതിശയത്തോടു കൂടിയേ നോക്കിയിട്ടുള്ളൂ ഇതെങ്ങനെ ഇതൊക്കെ സംഭവിക്കണേ എന്ന്. അവിടെയും ഒരു സ്വരമുണ്ട്, അത് ദൈവത്തിന്റെ സ്വരത്തോടുള്ള ചേർന്ന് നിൽപ്പ. ഇതും എവിടെ നിന്നാ കിട്ടിയത്? ഇന്നത്തെ നമ്മുടെ ദീപികയുടെ പേജിൽ ആ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരപ്പന്റെ കഥയെ കുറിച്ച് പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? മതസൗഹാർദ്ദത്തിന് ഈറ്റില്ലമായി മാറുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ നാടിന്റെ ഈ ഈ പ്രകാശിൽ നിന്ന് ഇന്ന് കടന്നു പോകുന്നത് എന്ന്. തീർച്ചയായിട്ടും ആ തീയല്ലേ ഈ അച്ഛനിലേക്കും പടർന്നത്. അതിനാൽ ഒരു അപ്പന്റെ തീയ് മക്കളിലേക്ക് വ്യത്യസ്ത വഴികളിലൂടെ പടർന്ന് ഈ അപ്പൻ കൊടുത്ത ജീവൻ, ഈ അപ്പൻ കൊടുത്ത നന്മ മക്കളിലൂടെ ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദൈവത്തിന്റെ സ്കാനിങ്ങിന് 1.5 വിലയാ. കാരണം കടന്നു പോകുന്ന വഴികളിൽ മുഴുവൻ പ്രകാശം പേറിക്കൊണ്ട് ഈ മക്കൾ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു തീയുണ്ട്. അതൊരു കുടുംബത്തിന്റെ നാഥൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ അപ്പച്ചൻ നിത്യസമ്മാനത്തിനായിട്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ മാതൃകാപരമായ ഒരു പോക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ഈ അപ്പച്ചനെ കണ്ടേക്കുന്നത് കോട്ടയത്തെ SH ഹോസ്പിറ്റലിലാണ്. പലപ്പോഴും ഈ അപ്പച്ചൻ അമ്മച്ചിയും ഒക്കെ ആശുപത്രി കടന്നു വരുമ്പോൾ റോയിയച്ചനെ കാണാനായിട്ട് ഞാനും ചെല്ലും. ഈ അപ്പച്ചൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട്. വളരെ കൂളായി പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ മക്കളോട് ചേർന്ന് അമ്മച്ചി എന്നാ പറഞ്ഞാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആ അമ്മച്ചിയുടെ കരം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പച്ചൻ കുടുംബജീവിതത്തിന്റെ ഉദാത്ത മാതൃക തന്നെയല്ലേ? അപ്പൊ ഓരോ ജീവിതങ്ങളും ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കടന്നു പോകുമ്പോൾ ചിലതിനൊരു വ്യതിരിക്തതയുണ്ടാകും. ആ വ്യതിരിക്തതയുടെ പ്രകാശനം എന്ന് പറയുന്നത് മക്കളുടെ ജീവിതങ്ങളുടെ തിളക്കമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കും ഇതേ വഴി കടന്നു പോകാനുള്ളത്. നമ്മളും സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ളവരാണല്ലോ. ഒത്തിരി സ്നേഹത്തോടെ ഈ അപ്പച്ചന് സന്തോഷകരമായ ഒരു യാത്രയപ്പ് നൽകാം. ഈ അപ്പച്ചനിലൂടെ ഇനിയും നന്മകൾ ഈ നാടിനുണ്ടാകും. അതെങ്ങനെയാണെന്നറിയോ? അപ്പച്ചന് കുറെ സ്വപ്നങ്ങളുണ്ട്. കർത്താവ് ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ചില കാര്യങ്ങളൊന്നും തീർത്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ദൈവത്തിന് ഉറപ്പുണ്ട്, ചുറ്റുവട്ടം നിൽക്കുന്ന 7 മക്കളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കാൻ പറ്റുമെന്ന്, മക്കളുടെ മക്കളിലൂടെ ആ ദൗത്യം തുടരാനായിട്ട് പറ്റുമെന്ന്. ഭാരത സഭയുടെ തിളക്കമായി ഈ കുടുംബം മാറിയിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുന്ന ഒരു മലമടക്കിന്റെ ഒരു സൈഡിൽ നിന്ന് ഭാരതം മുഴുവൻ വിളിച്ചോതുന്ന ധീരതയുടെയും സഭയുടെ ക്രൈസ്തവ സ്നേഹത്തിന്റെയും ഒക്കെ സമുന്നതയിലേക്ക് പലരും നമ്മളെ നയിച്ചപ്പോ ഞാൻ ഇന്നും കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്, CMI ആണ് എന്റെ ശങ്ക എന്ന്. ഞങ്ങൾ പലപ്പോഴും കേരള കത്തോലിക്ക സഭയുടെ വ്യത്യസ്ത മേഖലകളിൽ അച്ഛന്മാർ 20 പ്രവർത്തിക്കുന്നത് സഭയുടെ മൊത്തം സഭയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോ ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട് ഈ CMI സഭയെ കുറിച്ചൊക്കെ. then കൊച്ചേട്ടൻ പറയും, എന്റെ CMI വിട്ടിട്ട് എനിക്കൊരു അസ്തിത്വമില്ല എന്ന്. എന്റെ CMI വിട്ടിട്ട് എനിക്കൊരു അസ്തിത്വമില്ല എന്ന്. ഇതുപോലെ താനായിരിക്കുന്ന സഭാ സമൂഹത്തെ സ്നേഹിച്ചുകൊണ്ട് കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും വേണ്ടി നാട് മുഴുവൻ ഓടുന്ന ഈ ഇരുവരുടെയും ജീവിതത്തിൽ ഇനിയും ബാക്കി അവശേഷിപ്പുകൾ ഈ അച്ഛന്റെ സ്വപ്നം തന്നെ. ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലും അവശേഷിക്കുന്നത് ഈ അപ്പച്ചന്റെ സ്വപ്നങ്ങളുടെ പൂരണം തന്നെ.
ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ അഭിമാനത്തോടുകൂടെ ഇന്ന് ഈ വ്രതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. ഒത്തിരി നന്മകളുണ്ടായി ഈ ലോകത്തിന്റെ മുമ്പിൽ ഈ മക്കളിലൂടെ എല്ലാവരിലൂടെയും. ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി അഭിമാനത്തോടുകൂടെ ഈ അപ്പച്ചന്റെ വ്രതസംസ്കാര ശുശ്രൂഷയിൽ നിൽക്കാൻ ഒരു ഭാഗ്യം എന്ന് പറയുന്നതും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇതൊരു പുകഴ്ചയുടെ വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു തോന്നല. ഒത്തിരി എന്താ പറയുന്നത്, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ദീപികയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ദീപികയുടെ ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ അച്ഛൻ ഇവിടെ ഇന്നലെ വന്നു പ്രാർത്ഥിച്ച് കടന്നുപോയി. ബഹുമാനപ്പെട്ട ചീഫ് എഡിറ്റർ അച്ഛൻ ഞങ്ങളോടൊപ്പം ജോർജ് കുടിലച്ഛൻ ഇപ്പൊ ഇവിടെയുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ ദീപിക കുടുംബത്തിന്റെ മുഴുവൻ പേരിലുള്ള DCL അംഗങ്ങൾ ഇവിടെ ഒത്തിരി പേര് ഇവിടെ ഇന്ന് ചേർന്നിട്ടുണ്ട്. ദീപിക ഫ്രണ്ട്സ് ക്ലബിന്റെ സംസ്ഥാന ഭാരവാഹികളും വ്യത്യസ്ത രൂപതകളിൽ നിന്നുള്ള ഭാരവാഹികളും ഇന്ന് ഇവിടെ ഉണ്ട്. DCLന്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഒത്തിരി പേര് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മതാന്തര സമ്മേളനങ്ങളിലൂടെ കണ്ടുമുട്ടിയ അനേകരുടെ പ്രാർത്ഥനകൾ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്ററിനോടൊപ്പം പ്രവർത്തിച്ച അനേകമായിരം ആളുകളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. ഈ നാടിന്റെ മുഴുവൻ പ്രതിനിധികളായിട്ട് ഈ മക്കൾ ഇവിടെ ജീവിച്ച ഒത്തിരി രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവിടെ കടന്നു വരുന്നത് കണ്ടു. നാട്ടിലുള്ളവർ കടന്നു വരുന്നത് കണ്ടു. ഇത് മുഴുവൻ ഒരു സ്നേഹത്തിന്റെ ആഘോഷമാണ്. ഈ സ്നേഹത്തിന്റെ കാരണക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട ഈ അപ്പച്ചനാണല്ലോ.